നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്നലെ കൊട്ടാരക്കര മുക്കോണിമുക്കിലുണ്ടായ അപകടം. ടിപ്പർ ലോറി കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി ഒരു വിദ്യാർത്ഥിയും 2 പ്രായമായവരും മരണപ്പെടുകയുണ്ടായി. ഈ മരണം കേരളത്തിലെ എല്ലാ ജനങ്ങളെയും വളരെയേറെ വേദനിപ്പിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ബോധവൽക്കരണവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും മാത്രമായി ഒതുങ്ങുന്ന ഒരു സംസ്കാരത്തിലേക്ക് കേരളം മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ ടിപ്പർ ലോറി അപകടങ്ങൾ സ്ഥിരമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണം? ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ പല ചാനലുകളും അതോടൊപ്പം തന്നെ ഓൺലൈൻ ചാനലുകളുമൊക്കെ എന്നോട് സംസാരിക്കുകയുണ്ടായി. ആ സംസാരം പലരും കേൾക്കുകയും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ച് ഓരോരോ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതിൽ പല കാര്യങ്ങളും നമ്മൾക്ക് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശവും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിക്കുന്ന സ്ഥലമാണ്. അതിന്റെ കണക്കിലെടുത്തുകൊണ്ടാണ് വാഹനങ്ങളുടെ, പ്രത്യേകിച്ച് ടിപ്പർ ലോറികൾ, സ്കൂൾ സമയമായിട്ടുള്ള 8:30 മുതൽ 10 മണി വരെ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഈ സമയത്തിന്റെ പരിധിയിലല്ല, അതിനേക്കാളൊക്കെ ഒത്തിരി നേരത്തെയാണ്, 7 മണിയോളം ആകുന്ന സമയത്താണ്. ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് കുട്ടികൾ അതിൽ ഭാഗമാകുമ്പോൾ നമ്മൾ ചില ബോധവൽക്കരണപരമായ അല്ലെങ്കിൽ നമുക്ക് വളരെയേറെ വൈകാരികപരമായ ഇടപെടലുകളുടെ ഭാഗമായി തീരാറുണ്ട്. അങ്ങനെ ഗവൺമെന്റും പ്രത്യേകിച്ച് ഇതിൽ ഇടപെടുകയും വാഹനങ്ങളുടെ സമയം 7 മണി മുതൽ 10 മണി വരെ ക്രമീകരിക്കുകയുണ്ടായി എന്നറിയുന്നു. നല്ല കാര്യമാണ്. പക്ഷേ ഇതൊരു താൽക്കാലികമായി പോരരുത്. കാരണം ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപങ്ങൾ തുടർന്നും ഉണ്ടാകും. കാരണം വാഹനങ്ങളുടെ ഇത്തരത്തിലുള്ള ടിപ്പർ ലോറികൾ സമൂഹത്തിൽ പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യവുമാണ്. പക്ഷേ നിയന്ത്രണം വരേണ്ടത് എവിടെയാണ്? എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ കഴിയും? എന്താണ് യഥാർത്ഥത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് ഒരു സംസാര വിഷയം തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വിളിച്ചു പറയുന്നത്, അവിടെയൊക്കെ ഉള്ളതുപോലെ ടെസ്റ്റിംഗ് സെന്ററുകൾ ഓരോ RTOയുടെ കീഴിലും ഉണ്ടാകണം എന്നതാണ്. അങ്ങനെ ടെസ്റ്റിംഗ് സെന്ററുകൾ ഉള്ളപ്പോൾ മെക്കാനിക്കലി അൺഫിറ്റ് ആണോ ഫിറ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അവിടുന്ന് കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വേണം ടെസ്റ്റിംഗ് നടത്തേണ്ടത്. അല്ലാതെ റോഡ് സൈഡുകളിൽ 100 കണക്കിന് വണ്ടികൾ നിർത്തിയിട്ട് വന്ന് പെയിന്റ് മാത്രം ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുനിഞ്ഞു നോക്കി RTO ഓഫീസിലെ വെഹിക്കിൾമാർ ഏജന്റുമാരുമായി ഒത്തുകളിക്കുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ പലരും പറഞ്ഞു കേട്ടു. അതിനടിസ്ഥാനമായ കാരണം ഇന്നലത്തെ അപകടവുമായി ബന്ധപ്പെട്ടാണ്. ആ അപകട സമയത്ത് ഞാനൊരു ലൈവ് ചെയ്തപ്പോഴും അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില മിസ്റ്റേക്കുകളുണ്ട്. 17 വർഷക്കാലം പഴക്കമുള്ള ഒരു വണ്ടി എന്നുള്ളതല്ല. ഈ വണ്ടിയുടെ CF ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത് ഏപ്രിൽ മാസമാണ്. അന്ന് CF കൊടുത്ത ഒരു വാഹനം, ഫിറ്റ്നസ് കൊടുത്ത സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു വാഹനം 1 മാസക്കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ആ വാഹനത്തിന്റെ ടയർ മൊട്ടയായിട്ടിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വാഹനം ടെസ്റ്റിങ്ങിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വാഹനത്തിലെ ടയറുകൾ മറ്റൊരു സ്ഥലത്തേക്ക് അഴിച്ചു കൊടുക്കുകയാണ്. വാഹനം ഡയറക്റ്റ് പോകുന്നത് ഇത്തരത്തിലുള്ള സെന്ററുകളിലേക്കാണ്. അതിൽ നിന്ന് ടയറുകൾ അഴിച്ചു മാറ്റി ഒന്നുകിൽ അത് മറ്റുള്ളിടത്തു നിന്ന് കടമെടുത്തതാകാം, അല്ല എങ്കിൽ ഇവരുടെ തന്നെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് അടിച്ചെടുക്കുന്നതാവാം. അപ്പൊ ഇന്നലത്തെ അപകടത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകം അമിതമായ സ്പീഡും എക്സ്പീരിയൻസിന്റെ കുറവും അതോടൊപ്പം തന്നെ ഹെവി ലൈസൻസ് ഇല്ലാത്തതും നല്ല പരിശീലനം ലഭിക്കാത്തതും ടയറുകൾ മുട്ടയായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ബ്രേക്ക് സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. RTO പറയുന്നത് ആ ഡ്രൈവർ ഫിറ്റായ ഒരാൾ അല്ലായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടുപിടിക്കപ്പെടേണ്ടത് അപകടങ്ങൾക്ക് ശേഷം ജീവനുകൾ അപഹരിക്കപ്പെടുന്നതിന് മുമ്പാണ്. കളക്ടർ വന്നിട്ട് പറയുമ്പോൾ കളക്ടർ പറയുന്നത് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുള്ളതാണ്. ഉറപ്പായും ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ കളക്ടർ അതിന്റെ പെർമിഷനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാകണം. ഈ വാഹനത്തിന് പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന്
കളക്ടർ പറയുന്നു, എന്നാൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്നതിന് മുനിസിപ്പാലിറ്റി വാഹനത്തിന്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മറുചോദ്യമായി എന്നോട് പറയുകയുണ്ടായി. എന്തുകൊണ്ട് ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നു? ഇതിനൊരു സിസ്റ്റം ഇല്ലാത്തതാണ്. ഇന്നലത്തെ അപകടം യഥാർത്ഥത്തിൽ കൊട്ടാരക്കരയിലെ ജനങ്ങളെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളെയും വളരെയേറെ വേദനിപ്പിക്കുന്നു. ഇടവിട്ടുള്ള ഇത്തരത്തിലുള്ള ടിപ്പർ ലോറികൾ മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന പരിശോധനകൾ ഏതൊക്കെയാണ്. സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു, ഹെൽമറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു, അല്ലെങ്കിൽ വണ്ടിയുടെ ഗ്ലാസിൽ ഒട്ടിച്ചിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. ഈ വക കാര്യങ്ങളാണ് വാഹനവുമായി ബന്ധം. സിഗരറ്റ് വലിക്കുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്ന വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് പറയുവാനുള്ളത്, വാഹനം നിർത്തി പരിശോധനകൾ നടത്തണം, ടയറുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കണം, അല്ലെങ്കിൽ ടയറുകൾ സഞ്ചാരയോഗ്യമാണോ എന്ന് ഉണ്ടാകണം, വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൃത്യമായി ഉണ്ടോ എന്ന് നോക്കണം, ബ്രേക്ക് സംവിധാനങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇതിലിരിക്കുന്ന മനുഷ്യനെ മാത്രം പരിശോധിച്ചാൽ മനുഷ്യൻ അതിനിരുന്ന് കൺട്രോൾ ചെയ്യുന്നു. സ്റ്റിയറിംഗിനെ പരിശോധിക്കണം. മനുഷ്യൻ അതിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ്, പക്ഷെ വണ്ടിയെയാണ് ഓടിക്കുന്നത്. വണ്ടിയാണ് ഫിറ്റ്നസ് ഉണ്ടാകേണ്ടത്, മനുഷ്യനല്ല. മനുഷ്യനും വേണം. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് അല്ലെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി വാഹനങ്ങളെ കൂടി പരിശോധിക്കുന്നതിനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്, അല്ലാതെ മനുഷ്യനെ മാത്രം പരിശോധിക്കാനല്ല. കാരണം ഇത്തരത്തിലുള്ള ചെറിയ തെറ്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റും ഹെൽമറ്റിന്റെയും പിന്നാലെ പോകുന്നതിന്റെ കാരണം, മാസാവസാനമാകുമ്പോൾ ഒരു നിശ്ചിത തുക, സാലറിക്ക് വേണ്ട തുക കേരളത്തിന്റെ വിവിധ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് നേടിച്ചെടുത്തു കൊടുക്കണമെന്നുള്ള പിരിവ് സംവിധാനം നിർത്തലാക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ പിടിഞ്ഞെടുക്കുന്ന സംവിധാനങ്ങൾ, അത് മദ്യത്തിലൂടെ ആയാലും അല്ലെങ്കിൽ വാഹനങ്ങളിലൂടെ ആയാലും, അങ്ങനെ ഏതെങ്കിലും പിഴകൾ, കൃത്യമായ പിഴകൾ രേഖപ്പെടുത്തി ലോട്ടറികളിലൂടെ മനുഷ്യൻ ഉണ്ടാക്കുന്ന പണം തിരിച്ചു വാങ്ങുന്നത് മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തിനും കൃത്യമായ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ഗവൺമെന്റാണ്. അതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. നമുക്കറിയാം സെക്കൻഡ് ടയറുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എങ്ങനെയാണ്. വിദേശ രാജ്യങ്ങളിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ടെസ്റ്റിംഗ് സെന്ററുകൾ ഓരോ RDOയുടെ കീഴിലും ഉണ്ടാകുമ്പോൾ ഫിറ്റ്നസ് കൃത്യമായി അറിയാൻ കഴിയുന്നത് നല്ലതാണ്. പക്ഷേ അതിനുള്ള പരിപാടികൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്തെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന്, അത് പ്രത്യേകിച്ച് കൊട്ടാരക്കര മരുതമ്പള്ളിയിലും അതോടൊപ്പം തന്നെ കുണ്ട്ര സ്ഥലത്തുമൊക്കെ അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വർക്ക് നടക്കുന്നെന്നൊക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിറ്റ്നസ് സെന്ററുകൾ വരുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം വിദേശത്ത് നിന്ന് ടയറുകൾ നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നതിന്റെ കാരണം, അവിടെ ഒരു ലിമിറ്റഡ് ടയറിന്റെ കാലാവധി ഒരു കൃത്യമായ സമയത്ത് കഴിയുമ്പോൾ അവർ അത് അഴിച്ചു മാറ്റാൻ വേണ്ടി അവരെ ബോധവൽക്കരണം നടത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ളത് കൊണ്ടാണ് ആ ടയറുകൾ ഇവിടേക്ക് വരുന്നത്. അവരുടെ ജീവന് അവർ അത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെയൊക്കെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി അവരുടെ ജോലിയിൽ ജാഗരൂകതയോട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അത്തരത്തിലില്ല എന്നുള്ളതല്ല, ഇവിടുത്തെ സിസ്റ്റം ഹെൽമറ്റിന്റെയും സീറ്റ് ബെൽറ്റിന്റെയും പിന്നാലെ പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വഴിയോരങ്ങളിൽ നൂറുകണക്കിന് വാഹനങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന ആ മനോഹരമായ കളക്ഷൻ മെത്തേഡുമൊക്കെ നമ്മുടെ രാജ്യത്തെ പുതുതല്ല, പഴമയായുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. അതിന് ചില ചേർക്കപ്പെടലുകളും ഒഴിവാക്കലുകളും ഉണ്ടാകുന്നു എന്ന് മാത്രം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയാണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട ചില ജോലികൾ, അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. വാഹനത്തിന്റെ ഉടമ, ഡ്രൈവർ, ഗവൺമെന്റ്, പോലീസ് സംവിധാനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി മാറണം. എല്ലാ ജോലികളും പോലീസിനെ ഏൽപ്പിക്കണമെന്നല്ല. ഫയർഫോഴ്സ് ചെയ്യേണ്ടത് ഫയർഫോഴ്സ് ചെയ്യണം, മോട്ടോർ വെഹിക്കിൾ ചെയ്യേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യണം. അല്ല, എല്ലായിടത്തും പോലീസിനെ വിളിക്കുമ്പോൾ പോലീസിനും അത് കൃത്യമായി ചെയ്യാൻ കഴിയാതെ പോകും. അതാത് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ ഫോറസ്റ്റ് ചെയ്യേണ്ടത് ഫോറസ്റ്റ് ചെയ്യണം. എല്ലാത്തിനെയും പോലീസിനെ വിളിച്ച് പോലീസ് മാത്രം ചെയ്യാവുന്ന ഒരു സംഭവമായി ഇത് മാറരുത്. മറിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ കൃത്യമായി ഇതിൽ ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ അപകടങ്ങളും ഓരോ കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്, ആ കുടുംബത്തിന്റെ സന്തോഷങ്ങളാണ് കെട്ട് അടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ജീവനും വിലയുണ്ട്.
അപ്പോ ഇതൊരു ബോധവൽക്കരണത്തിന് വേണ്ടി അല്ല ഓരോ മരണങ്ങൾ എന്ന് ഓർക്കുക. എല്ലാ ജീവനുകളും വിലമതിക്കുന്നതാണ്. എല്ലാവരുടെയും കുടുംബത്തിൽ ദുഃഖങ്ങൾ, വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. ഇതുപോലുള്ള അപകടങ്ങൾ അവരുടെ ജീവിതത്തെ തകർക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും സംവിധാനങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് 1-2 ദിവസത്തേക്കല്ല, മറിച്ച് ദീർഘകാലത്തേക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകൾ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് ഞാൻ പറഞ്ഞ 1-2 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്യമായ രീതിയിൽ വാഹനത്തിന്റെ ടെസ്റ്റിംഗ് നടത്തണം, ഫിറ്റ്നസ് കറക്റ്റ് ആക്കണം, ഫിറ്റ്നസിന് വേണ്ടി കൃത്യമായ ഓരോ RDOയുടെ കീഴിലും ടെസ്റ്റിംഗ് സെന്ററുകൾ നടപ്പിലാക്കണം, മെക്കാനിക്കൽ പ്രോബ്ലംസ് ഉള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ ഡ്രൈവറിന്റെ മദ്യപാനം അങ്ങനെയുള്ളതിനൊക്കെ ഇപ്പോൾ അതിനൊക്കെ കടുത്ത ശിക്ഷകൾ നൽകുന്നുണ്ട്. അപ്പം മനുഷ്യനെ മാത്രം നോക്കിയാൽ പോരാ, അല്ലെങ്കിൽ വാഹനങ്ങളെയും ചെക്ക് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാകണം. അത് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അനുസരിച്ച് അവർ പറഞ്ഞ പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് പറഞ്ഞത്. ഇത് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി ഇനി ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനിയും എത്രയോ അപകടങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ ഇതിൽ ബോധവാന്മാരാകൂ എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല.